കടയിലേക്ക്. അല്ലാതെ എവിടെ പോവാനാ? നിങ്ങൾ ഇങ്ങനെ കടയും കച്ചവടമൊക്കെ ആയിട്ട് നടന്നോ? പെണ്ണിന്റെ കാര്യത്തിലെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി അതേക്കുറിച്ചുകൂടി ചിന്തിക്കണ്ടേ? നീ ഇത് ആരുടെ കാര്യ പറയുന്നേ? ദേവൂട്ടിയുടെ ആണോ? പിന്നെ അല്ലാതെ ആരുടെയാ? എല്ലാം ഉറച്ച സ്ഥിതിക്ക് ഇനി അവളുടെ കാര്യം നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അവളെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല. നീ എന്തൊക്കെ എന്തുമതി പറയുന്നേ? അവളെ ആരും കയറൂരി വിട്ടിട്ടില്ല. അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവളുമല്ല ദേവൂട്ടി. നിങ്ങൾ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നാണല്ലോ. എന്തു? അതെ, എനിക്ക് അവള് പൊൻകുഞ്ഞ് തന്നെയാ. അവളുടെ കഴിവും മിടുക്കും കൊണ്ടാ ഇന്ന് ഈ അവസ്ഥയിലെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റണേ. ഏതവസ്ഥ? നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഇവിടെ കാര്യങ്ങളെല്ലാം വലിയ ആർഭാടമായിട്ടാ പോകുന്നേന്ന്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ദേവൂട്ടിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അവള് കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക്. നിർത്ത്. അവള് സമ്മതിച്ചെന്ന് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാനാവുന്നില്ല ഇന്ദുമതി. അതെന്താ ഉറപ്പിച്ചാല്? ദേ, നിങ്ങളുടെയും കൂടി മുമ്പിൽ വെച്ചല്ലേ അവള് ഗഗനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞേ. ആ ഒറ്റ വാക്കിന്റെ പുറത്താ അവനും അവന്റെ അമ്മാവനും ഇപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നേ. ഗഗന്റെ കാര്യം പോട്ടേന്ന് വെക്കാം. പക്ഷേ അവന്റെ കൂടെയുള്ള ആ കിളവനുണ്ടല്ലോ, അയാളും ആള് ചില്ലറക്കാരനല്ല. ആള് ജ്ഞാനദൃഷ്ടിയുള്ള ആളാണെന്ന് നമുക്കും കൂടി ബോധ്യപ്പെട്ടതാണേ. ഇനി എന്ത് മറിമായം പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചാലും അയാൾ അതിന് അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ നേരത്തെ കാലത്തെ ഈ കല്യാണം നടത്തുന്നതാ ബുദ്ധി. ദേവൂട്ടി അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് എടുപിടിയുന്ന ഈ കല്യാണം നടത്താൻ പറ്റില്ലെന്തോ. അതിനു മുമ്പ് എനിക്ക് ചിലരോടൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട്. അല്ല, ഇനി എന്തോന്നാ ഇത്ര ആലോചിക്കാൻ? ആരോടെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ളത്? ആ വിദ്യാമ്മയോടായിരിക്കും. ആ, അങ്ങനെ കുറച്ചു പേരോടൊന്ന് ആലോചിക്കണം. അതിനു മുമ്പ് അവരുടെ ജാതക പൊരുത്തം കൂടി നോക്കണമല്ലോ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ പിന്നെ അതിലും വലിയ പൊരുത്തം എന്താ? സുരന്തേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. ഇനിയും ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിയാ താറുമാറാവും പോകുന്നത് ദേവൂട്ടിയുടെ ജീവിതം മാത്രമല്ല, നമ്മുടെയും നമ്മുടെ മക്കളുടെയും കൂടിയാ. അത് ഓർമ്മ വേണേ. നിങ്ങള് ആരോടെങ്കിലും എന്താ വേണ്ടെന്ന് വെച്ച് ആലോചിച്ചോ. പക്ഷെ സ്വന്തം മക്കളുടെ കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ അതൊന്നും ഓർത്ത് ആദ്യ പിടിക്കണ്ട. ഒക്കെ അതിന്റെ വഴിയാമണ്ണം മൂകാംബികാദേവി തീരുമാനിച്ചോളും. ഞാൻ ഇറങ്ങുക. നന്നാവാൻ ദൈവമായിട്ടൊരവസരം തന്നാലും അതും ഇയാളുടെ തലയിൽ കയറില്ലെന്ന് വെച്ച് പിന്നെ ഞാൻ എന്താ ചെയ്യാ? ആരോട് ആലോചിച്ചിട്ടാണെങ്കിൽ വേണ്ടിയില്ല, ഈ കല്യാണം ഞാൻ നടത്തും. നോക്കിക്കോ. എന്താണ് നീ ആലോചിക്കുന്നത്? ദേവൂട്ടി ചില കാര്യം തന്നെയാ. ചേച്ചി എന്ത് കണ്ടിട്ടാ ആ ഗഗനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതെന്ന് എനിക്ക് എത്ര ആലോചന പിടികിട്ടുന്നില്ല. അതിന് ദേവൂട്ടി ഈ കല്യാണത്തിന് തയ്യാറാവൂന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെ ആ ഗഗന്റെയും അയാളുടെ അമ്മാവന്റെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവായിട്ടാ എനിക്ക് തോന്നുന്നത്. അടവോ? എന്തടവ്? ദേവൂട്ടി സ്വമനസാലെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ആ ഗഗന്റെ ശല്യം ഒഴിവാക്കാൻ കല്യാണത്തിന് സമ്മതിച്ചേക്കാൻ ആ വിദ്യാമയോ അല്ലെങ്കിൽ സന്ദീപോ ദേവൂട്ടിയോട് ഉപദേശിച്ചിട്ടുണ്ടാവും. അയാൾ അതും വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനിടയില് ദേവൂട്ടി സന്ദീപിനൊപ്പം ആരും അറിയാതെ ചാടിപ്പോന സാധ്യത. അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാന്ന് വിദ്യാമ്മയെ ഏറ്റിട്ടുണ്ടാവും. അയാളോടൊപ്പം ഈ നാട് വിട്ടു പോയാ പിന്നെ ഗഗന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ചേച്ചി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാടും മൂകാംബിക അമ്മയുടെ ക്ഷേത്രവും വിട്ട് ചേച്ചിക്ക് എങ്ങും പോകാൻ കഴിയില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. സ്വന്തം ജീവിതത്തിന്റെ കാര്യം വരുമ്പോ ആരും അത്ര സെന്റിമെന്റ്സോ അറ്റാച്ച്മെന്റോ ഒന്നും നോക്കത്തില്ല. മറ്റാരുടെയും കാര്യം പോലെയല്ല ദേവൂച്ചിയുടെ കാര്യം. ചേച്ചിക്ക് മൂകാംബിക ദേവി കഴിഞ്ഞിട്ടുള്ളൂ മറ്റെല്ലാം. ജീവിതം ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം വന്നിട്ട് കൂടി നിങ്ങളുടെ അച്ഛൻ ഇതുവരെ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയിട്ടില്ലല്ലോ മക്കളെ. ആ മനുഷ്യന് ഇനി ഏത് കാലത്താണോ ബോധം ബുദ്ധി ഉണ്ടാവുന്നേന്നാ. കല്യാണത്തിന് ആ പെണ്ണ് സമ്മതിച്ചിട്ട് പോലും ഓരോരോ മുടന്ത ന്യായം പറഞ്ഞ് തടസ്സം നിൽക്കുന്ന എന്തിനാ എനിക്ക് മനസ്സിലാവത്തെ. എന്താ അമ്മേ, അച്ഛൻ ഇപ്പോഴും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? അതല്ലേ പറഞ്ഞത്.
അങ്ങേർക്ക് ഇതേപ്പറ്റി ഇനിയും ആരോടൊക്കെ ആലോചിക്കാനുണ്ടെന്ന്. അവള് സമ്മതിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ആ ഗഗന്റെ തലയെ കെട്ടിവെച്ച് ഈ ബാധ്യതയിൽ നിന്നും തല ഉരുണ്ടതിന് പകരം എന്തോന്നാ ഇനിയും മാത്രം ആലോചിക്കാനെന്നാ. അമ്മ ഈ കാര്യത്തിൽ ഒരുപാട് മനക്കോട്ട കെട്ടാതിരിക്കുന്നത് നല്ലത്. ദേവൂട്ടി ഈ കല്യാണത്തിന് സ്വമനസാല തയ്യാറാവുമെന്ന് എനിക്കിപ്പോഴും ഒരു വിശ്വാസവുമില്ല. ദേ പെണ്ണേ, നിന്റെ അച്ഛന്റെ കൂട്ട് നീയും കൂടി ഇങ്ങനെ മനസ്സ് മടിപ്പിക്കാൻ നിക്കല്ലേ. ഞാൻ മനസ്സ് മടുപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അമ്മയ്ക്കൊരു സൂചന തന്നേ ഉള്ളൂ. ഗഗൻ ഈ കല്യാണത്തിന് ഒരുങ്ങി വരുമ്പോഴേക്കും ദേവൂട്ടി ആ സന്ദീപിന്റെ കൂടെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിരിക്കും. അതാ നടക്കാൻ പോകുന്നത്. ദോഷം പറയാതിരിക്കണേ അസത്തെ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഗഗനും അയാളുടെ അമ്മാവനും അത്ര നിസ്സാരക്കാരൊന്നുമല്ല. അങ്ങനെ വല്ല മനപ്പായസം അവള് ഉണ്ണുന്നുണ്ടെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവള് മനസ്സിൽ കാണുമ്പോ ആ അമ്മാവൻ കിഴവനുണ്ടല്ലോ, അങ്ങേരത് മാനത്ത് കാണും. അവളുടെ മോഹം മുളയിലെ നുള്ളിക്കളയാൻ കേൾപ്പുള്ളവനാ കിളവൻ. എന്റെ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയെങ്കിലേ ഈ വീടും ആ തറവാട്ടമ്മ തന്ന ആഭരണങ്ങളൊക്കെ നമുക്ക് സ്വന്തമായേനെ. അതോടെ നമ്മുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചേനെ. എല്ലാം ഒന്ന് മംഗളമായിട്ട് നടന്നു കിട്ടാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കും മക്കളെ.